രചന ഫൈസി എന്ന ഗന്ധർവൻ. ഈ ലോകത്ത് ഡിവോഴ്സായ പെണ്ണ് രണ്ടാമത് കിട്ടുന്ന ആദ്യത്തെ സംഭവം എന്നല്ലല്ലോ. ബ്രോക്കർ മൂസിനെ നോക്കി പറഞ്ഞു. അവൾ തന്റെ മകളെ ചേർത്ത് പിടിച്ച് ഉപ്പയെ ദയനീയമായി നോക്കി. ആളൊരു കുട്ടിയുള്ളതൊന്നും ചെക്കനോ ചെക്കൻ്റെ വീട്ടുകാർക്കോ പ്രശ്നമില്ല. ഇന്ന് വൈകിട്ട് ഓര് നിന്നെ കാണാൻ വരുന്നുണ്ട്. ഈ കരഞ്ഞു കലങ്ങിയ മുഖം വെച്ചോണ്ട് ഓല മുന്നിൽ പോയി നിൽക്കരുത്. കഴിഞ്ഞതൊക്കെ മറന്ന് ചിരിച്ച മുഖത്തോടെ നിൽക്ക്. ഉപ്പ പറയുന്ന കേട്ട് ഒന്നും മിണ്ടാതെ അവൾ റൂമിലേക്ക് പോയി. വാതിലടച്ച് മെല്ലെ നടന്ന് കട്ടിൽ പോയിരുന്നു. നിറകണ്ണുകളോട് അവളുടെ മനസ്സ് കുറച്ചു വർഷം പുറകോട്ട് പോയി. ഉച്ചത്തിലുള്ള അലാറത്തിന്റെ ശബ്ദം കേട്ട് ഫൈസി ഞെട്ടി ഉണർന്നു. കട്ടിലിൽ നിന്ന് ചാടി എണീറ്റ് അവൻ കുളിമുറിയിലേക്ക് ഓടി. പള്ളി തേപ്പും കുളിയും പെട്ടെന്ന് കഴിച്ച് അവൻ അടുക്കളയിലേക്ക് ഓടി. ഉമ്മ ചായതാ. ഉമ്മ കൊണ്ടുവച്ച ദോശയും തേങ്ങാ ചമ്മന്തിയും വേഗത്തിൽ കഴിച്ച് തന്റെ പോക്കറ്റിൽ നിന്നും ബൈക്കിന്റെ ചാവി എടുത്ത് ബൈക്കിൽ കയറുന്ന സ്റ്റാർട്ടാക്കി വേഗത്തിൽ കുതിച്ച്. പള്ളിയോട് തൊട്ട് നിൽക്കുന്ന ഒരു പാടം, ഒരു ഓട്ടോറിക്ഷയ്ക്ക് കഷ്ടിച്ച് പോവാനുള്ള വഴി. അവിടെ ഫൈസിയുടെ കൂട്ടുകാർ കാത്തിരിപ്പുണ്ടായിരുന്നു. അവിടെയായിരുന്നു പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാത്ത ഫൈസിയും കൂട്ടുകാരും ഒത്തുകൂടിയിരുന്നു. എന്നും ഈ സമയത്ത് ഫൈസി അവിടെ ഓടിയെത്തും. കാരണം മൂസിൻ എന്നും ആ വഴിയാണ് കോളേജിൽ പോയിരുന്നത്. ഒരു വൺ സൈഡ് പ്രണയമായിരുന്നു ഫൈസിയുടേത്. അവന്റെ അയൽവാസിയാണ് മൂസിന. വളരെ ചെറുപ്പത്തിൽ ഒന്നിച്ച് കളിച്ചു വളർന്നവരാണ് അവർ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവരെ അവർ നല്ല കൂട്ടായിരുന്നു. അവരൊന്നിച്ചായിരുന്നു സ്കൂളിൽ പോയിരുന്നു, പഠിച്ചിരുന്നു, കളിച്ചിരുന്നു എല്ലാം. പക്ഷെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഫൈസി തന്റെ മനസ്സിലുള്ള പ്രണയങ്ങളോട് ആദ്യമായി പറയുന്നത്. അന്ന് പിണങ്ങിയതാണ് അവൾ. പിന്നെ അവനെ കാണുന്നേ കലിപ്പാണ്. അതിനുശേഷം മൂസിനയുടെ മുഖത്ത് നോക്കാൻ ഫൈസിക്ക് ചെറിയ ചമ്മലായിരുന്നു. എന്നാലും അവൾ പോകുന്ന വഴികളിലൊക്കെ അവൻ ചുറ്റിപ്പറ്റി നിൽക്കുമായിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്റെ പ്രണയം പറഞ്ഞതിന് ശേഷം പിന്നീട് ഇതുവരെ അവൻ അവളോട് പ്രണയത്തെക്കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല. അതിന് കാരണം അന്ന് അവൾ പറഞ്ഞ തെറിയെക്കുറിച്ച് ഓർത്തിട്ടായിരുന്നു. ഒരിക്കൽ ഫൈസിയുടെ ആത്മാർത്ഥ സുഹൃത്ത് മൂസിനയുടെ മനസ്സിൽ കയറി പറ്റാനുള്ള ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു. ഫൈസി, അവളിപ്പോൾ ഇതുവഴി വരും. നീ നിന്റെ മുടിയൊക്കെ ഒന്ന് അലസമാക്കിയിട്ടെ, എന്നിട്ട് ആ മീശയൊന്ന് പിരിച്ചു വെക്ക്. മുഖത്തൊരു പരിക്കം ഭാവം വരണം. അവളെ കണ്ടോ നീ പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് എടുത്ത് കത്തിച്ച് ആഞ്ഞു വലിക്കണം. അവളെ കണ്ടുടനെ അപ്രതീക്ഷിതമായി കണ്ടുപോലെ മുഖത്ത് ഭാവമാറ്റം വരുത്തണം. എന്നിട്ട് നീ സിഗരറ്റ് വലിക്കുന്ന അവൾ കണ്ട് നിനക്ക് ഭയങ്കര വിഷമമായെന്ന രീതിയിൽ ആ സിഗരറ്റ് വലിച്ചെറിയണം. അപ്പോൾ ഫൈസിക്ക് ഒരു സംശയം. എടാ, അതിന് എൻ്റെ പോലും സിഗരറ്റ് ഇല്ലല്ലോ, നിനക്ക് അറിഞ്ഞൂടെ ഞാൻ വലിക്കില്ലെന്ന്. കൂട്ടുകാരൻ ദേഷ്യത്തോടെ ഫൈസിയെ നോക്കി. എടാ പുല്ലെ, ഞാൻ പറയുന്ന ആദ്യം നീ മുഴുവനായിട്ടൊന്ന് കേൾക്ക്. സിഗരറ്റൊക്കെ ഞാൻ തരാം. ഫൈസി തലയാട്ടി. കൂട്ടുകാരൻ തുടർന്നു. ഒരു ദുശീലമില്ലാത്ത നീ സിഗരറ്റ് വലിക്കുന്ന കാണുമ്പോൾ എന്തായാലും അവൾ ഞെട്ടും. നിന്റെ ഈ മാറ്റത്തെ കാരണം അവളാണല്ലോ എന്ന് ഓർത്ത് അവളുടെ മനസ്സ് പെടയും. അവൾ തൻ്റെ ഉണ്ടക്കണ്ണുകൾ കൊണ്ട് നിന്റെ കണ്ണിലേക്ക് നോക്കും. പിന്നെ നോക്കിക്കോ, അവൾ നിന്നോട് ഇങ്ങോട്ട് വന്ന് പറയും ഐ ലവ് യു എന്ന്. ഫൈസി സന്തോഷം കൊണ്ട് കൂട്ടുകാരനെ കെട്ടിപ്പിടിച്ച്. അപ്പോൾ കൂട്ടുകാരൻ കുറച്ച് ഗൗരവത്തോടെ പറഞ്ഞു, പിന്നെ അവൾ ഇങ്ങോട്ട് വന്ന് ഐ ലവ് യു എന്ന് പറയുമ്പോൾ ചാടി കയറിങ്ങ സമ്മതിക്കാൻ നിൽക്കല്ലേ. നീ കുറെ അവളുടെ പുറകെ ഇടുന്നല്ലേ, കുറച്ച് അവൾ നടക്കരുത് എൻ്റെ പുറകെ. താൻ ആരുടെ മുമ്പിൽ തലവുനിക്കരുതെന്ന് കരുതുന്ന ഇങ്ങനെ ഒരു കൂട്ടുകാരനെ കിട്ടിയതിൽ ഫൈസി അഭിമാനിച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മൂസിന അതുവഴി വന്നു. അവളെ കണ്ടതും ഫൈസി കൂട്ടുകാരൻ പറഞ്ഞ പോലെ ചെയ്തു. മൂസിന് അടുത്തെത്തിയപ്പോൾ ഫൈസി അപ്രതീക്ഷിതമായി അവളെ കണ്ടപ്പോഴുള്ള ഞെട്ടൽ മുഖത്ത് കാണിച്ച് തൻ്റെ കയ്യിലുള്ള സിഗരറ്റ് താഴേക്ക് ഇട്ടു. എന്നിട്ട് ദുഃഖഭാവത്തിൽ തലയാഴ്ത്തി നിന്നു. അവൾ ഫൈസിയുടെ അടുത്തൂടെ നടന്നുപോയി. കൂട്ടുകാരൻ പറഞ്ഞ പോലെ അവൾ തന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ടെന്ന് ഫൈസി ഇടം കണ്ണിട്ട് നോക്കി. കുറച്ച് മുന്നോട്ട് നടന്ന് അവൾ പെട്ടെന്ന് നിന്നു. ഫൈസിയുടെ ഹൃദയം വേഗത്തിൽ ഇടിച്ചു. അവൾ അവനെ തിരിഞ്ഞു നോക്കി. മൂസിനയുടെ ഉണ്ടക്കണ്ണുകൾ ഫൈസിയുടെ കണ്ണിലേക്ക് പതിഞ്ഞു. അവളുടെ ചുണ്ടുകൾ എന്തോ മന്ത്രിക്കുന്നുണ്ടായിരുന്നു. ഫൈസി അവളുടെ ചുണ്ടിലേക്ക് ശ്രദ്ധിച്ചു. തെണ്ടി എന്നായിരുന്നു അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചിരുന്നു. അതും പറഞ്ഞ അവൾ ദേഷ്യത്തോടെ നടന്നുപോയി. ഫൈസി തന്റെ കൂട്ടുകാരനെ ദയനീയമായി നോക്കി. കൂട്ടുകാരൻ തിരിച്ച് ഫൈസിയെ. ആ സംഭവത്തിന് ശേഷം കുറച്ചു ദിവസം ഫൈസി അവളുടെ മുന്നിലേക്ക് തന്നെ പോയില്ല. വീടിന്റെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് ഫൈസി അവളെ നോക്കാറുണ്ടായിരുന്നു. അപ്പോഴേക്ക് അവൾ ഫൈസിയെ നോക്കി കണ്ണുരുട്ടി. ഫൈസിയുടെ കൂട്ടുകാരൻ്റെ അനിയത്തിയും മൂസിനയുടെ അടുത്ത സുഹൃത്തായ ഫാത്തിമയുടെ കല്യാണത്തിന്റെ തലേ ദിവസം ഫൈസിയും കൂട്ടുകാരും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് എല്ലാവരെയും കയ്യിലെടുത്ത്. അവരുടെ പെർഫോമൻസ് കാണുന്ന കാണികളുടെ കൂട്ടത്തിൽ മൂസിനയും ഉണ്ടായിരുന്നു. അവൾ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ഫൈസി തകർത്താടി. എല്ലാവരും കൈയടിച്ച് അവരെ പ്രോത്സാഹിപ്പിച്ചു. നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അടിച്ചു പൂസായ ഫൈസിയുടെ കൂട്ടുകാരൻ വാളുവെച്ച്. അപ്പോൾ തന്നെ വേറെ രണ്ടുപേരും കൂടെ വാളുവെച്ച്. അതുവരെ കൈയടിച്ചവർ അവരെ വഴക്കു പറയാൻ തുടങ്ങി. പരിപാടി ആ കൊളായി. ഒരു തുള്ളി പോലും മദ്യപിക്കാത്ത ഫൈസിയും പ്രതിസ്ഥാനത്തായി. മൂസിൻ അവനെ തുറിച്ചു നോക്കി അവിടെ നിന്നും പോയി. അവൾ ദേഷ്യത്തോടെ പോകുന്ന നിസ്സഹനായി നോക്കിക്കാനും ഫൈസിക്കായുള്ളൂ. ചെയ്യാത്ത കാര്യത്തിന് വീണ്ടും ഫൈസി അവളുടെ മുമ്പിൽ പ്രതിയായി. അവളുടെ മുമ്പിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയായി ഫൈസിക്ക്. എങ്ങനെ അവളുടെ മനസ്സിൽ കയറി പറ്റാമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് കൂട്ടുകാരൻ്റെ ഫോൺ വരുന്നത്. ഫൈസി, നീ അറിഞ്ഞില്ലടാ, നിന്റെ മൂസിനെ പെണ്ണുകളെ ഒരു കൂട്ടിൽ പോയിട്ടുണ്ട്. അവരെന്നോടാ അവളുടെ വീട്ടിലേക്കുള്ള വഴി ചോദിച്ച്. കണ്ടിട്ട് നല്ല കൊമ്പത്തെ ടീമാണെന്നാ തോന്നുന്നത്. ഫൈസി തിരിച്ചൊന്നും പറയാതെ ഫോൺ കട്ട് ചെയ്തു. അവൻ്റെ മനസ്സ് പിടഞ്ഞു, കണ്ണുകൾ നിറഞ്ഞു. അവൻ മനസ്സുകൊണ്ട് എന്നോ ഉറപ്പിച്ചതാണ് മൂസിനെ തൻ്റെ പെണ്ണാണെന്ന്.
അവളെക്കുറിച്ച് ഓർക്കാതെ കാണാതെ ഒരു ദിവസം പോലും തള്ളി നീക്കാൻ ഫൈസിക്ക് സാധിക്കില്ലായിരുന്നു. മുഹസിനെ തനിക്ക് സ്വന്തമാവുമെന്ന് അവന് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ കാര്യങ്ങൾ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൾ തനിക്ക് നഷ്ടമാവുമെന്ന് ഫൈസി ഉറപ്പിച്ചു. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മരവിച്ച മനസ്സോടെ ഫൈസി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അതിവേഗത്തിൽ എങ്ങോട്ടെന്നില്ലാതെ കുതിച്ചു. സങ്കടവും ദേഷ്യവുമെല്ലാം അവൻ ആക്സിലേറ്ററിൽ കാണിച്ചു. അവന്റെ മനസ്സിലൂടെ അവരുടെ കുട്ടിക്കാല ഓർമ്മകൾ ഓരോന്നായി കടന്നുപോയി. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചു. ഒരു കാറുമായി ബൈക്ക് കൂട്ടിയിടിച്ചു. ഫൈസി ദൂരേക്ക് തെറിച്ചു വീണ് ബോധം നഷ്ടമായി. ബോധം വന്നപ്പോൾ അവൻ വീട്ടിലായിരുന്നു. തലക്കും മുട്ടുകാലിനും പരിക്ക് പറ്റിയിട്ടുണ്ട്. ഡോക്ടർ കുറച്ചു ദിവസം വിശ്രമം പറഞ്ഞിട്ടുണ്ട്. അവനെ കാണാൻ കൂട്ടുകാരും ബന്ധുക്കളും അയൽവാസികളും വന്നു. ആ കൂട്ടത്തിൽ ഉമ്മയുടെ കൂടെ മുഹസിനെയും വന്നു. അവൾ വന്ന സമയത്ത് ഫൈസിയുടെ ഉപ്പ അവനെ വഴക്ക് പറഞ്ഞിട്ട് ബൈക്കിന്റെ ചക്രങ്ങൾ ഊരി മാറ്റുകയായിരുന്നു. മുഹസിനയുടെ ഉമ്മ ഫൈസിയുടെ മുറിയിൽ കയറി കുറച്ച് സമയം നിന്നിട്ട് അവന്റെ ഉമ്മയുടെ അടുത്തേക്ക് പോയി. മുഹസിൻ അവന്റെ മുറിയിൽ തന്നെ നിന്നു. ഫൈസി അവളോട് ഒന്നും മിണ്ടാതെ തലതാഴ്ത്തി കിടന്നു. കുറച്ച് സമയം കഴിഞ്ഞ് മുഹസിൻ അവൻ നോക്കി. എന്താ എന്നോടൊന്നും മിണ്ടാത്തേ? ഫൈസി അത്ഭുതത്തോടെ അവൾ നോക്കി. കാരണം വർഷങ്ങൾക്ക് ശേഷമാണ് മുഹസിൻ അവനോട് സംസാരിക്കുന്നത്. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്ന ഫൈസി ശ്രദ്ധിച്ചു. അവനെന്തോ പറയാനൊരുങ്ങിയപ്പോൾ മുഹസിനെ തടഞ്ഞു. വേണ്ട, ഒന്നും പറയണ്ട. ആ കൂട്ടിൽ വന്നതിന്റെ പെണ്ണ് കാണാനൊന്നല്ല, ബാംഗ്ലൂരിലുള്ള മാമന്റെ മോളെ കാണാനാ അവര് വന്നേ. അവള് വന്നിട്ടുണ്ട് വീട്ടിലേക്ക്. ചെറുക്കൻ്റെ വീട്ടുകാർക്ക് സൗകര്യം നാട്ടിലാണെന്ന് പറഞ്ഞുകൊണ്ട് അതെൻ്റെ വീട്ടിൽ വെച്ചാക്കി, അത്രയേ ഉള്ളൂ. ഒന്ന് നിർത്തിയിട്ട് അവൾ തുടർന്നു. എടാ മണ്ടൂസെ, ഒരുപാട് പയ്യന്മാരുടെ പുറകെ ഇറന്നിട്ടും ഞാൻ ആരെയും പ്രേമിക്കാത്ത എന്തുകൊണ്ടാണെന്ന് നിനക്കറിയൂ. കോളേജിൽ പോകാൻ വേറെയും വഴികളുണ്ടായിട്ടും നീ ഇരിക്കുന്ന വഴിയെ മാത്രം ഞാൻ എന്തിനാ വരുന്നത് നിനക്കറിയൂ? അറിയില്ല. കാരണം നീ ശരിക്കും മണ്ടൂസാ. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കാണിച്ച ധൈര്യം ഈ പോത്ത് പോലെ വളർന്നിട്ട് നിനക്ക് ഇല്ലാതായി പോയടാ പോത്തെ. എത്ര കാലായി എന്നറിയും ആ വായിൽ നിന്ന് എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നത് കേൾക്കാൻ കാത്തിരിക്കുന്നു. ഇനി നീ പറയും തോന്നില്ല, ഞാൻ തന്നെ പറയാം. ഫൈസയുടെ കണ്ണിലേക്ക് നോക്കി. എന്നാ പറയുന്നോട് ഇഷ്ടമാണെന്ന്. മോസിന ഫൈസയെ ദയനീയമായി നോക്കി. എടാ മണ്ടൂസെ, ഇത് കൂടുതൽ ഞാനിനി എന്ത് പറയാനാ? ആരോ വാതിൽ തട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ മോസിന തന്റെ ഓർമ്മകളിൽ ഞെട്ടി ഉണർന്നു. തന്റെ ഫോണിലെ ഗാലറിയിലുള്ള ഫൈസിയും ഒന്നിച്ചുള്ള കല്യാണ ഫോട്ടോ നോക്കി. അവൾ തന്റെ കണ്ണിൽ നിന്ന് ഒളിച്ചിറങ്ങുന്ന കണ്ണീർ തുള്ളികൾ ഷോൾ കൊണ്ട് തുടച്ചു മാറ്റി വാതിൽ തുറന്നു. ഡി, നീ അറിഞ്ഞോ ഫൈസി നാട്ടിലെത്തിയെന്ന്? നിറകണ്ണിലൂടെ മൂസിനെ ഇത്തേ നോക്കി. സത്യമാണോ ഇത്ത? ആരാ പറഞ്ഞേ? പെട്ടെന്നാണ് മൂസിയുടെ അമ്മാവിനെ എളാപ്പയും കൂടി മൂസിനയുടെ അടുത്തേക്ക് വന്ന് അമ്മാവിനെ അവൾ നോക്കി. മോളെ, ഇന്ന് വൈകിട്ട് വരുന്ന കൂട്ടരോട് മറിച്ചൊന്നും പറയൂത്. നല്ല കാര്യാ. ഒരു ഫ്രോഡിനെ കിട്ടിയ മോളുടെ 4-5 കൊല്ലം വെറുതെ പോയതല്ലേ. കുട്ടിയൊക്കെ അവർ പൊന്നുപോലെ നോയിക്കോളും. അമ്മാവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എളാപ്പ ഇടയിൽ കയറി. കുട്ടീനെ നോക്കുന്നൊക്കെ വലിയ കാര്യമാണ്. കുട്ടിക്ക് ഇവിടെ അവിടേക്കായി നിൽക്കാലോ. ഇനിയിപ്പോൾ അവർ നോക്കില്ലേലും നമ്മൾ നോക്കാതിരിക്കോ? നമ്മുടെ കുട്ടിയല്ലേ അത്. മൂസിനയുടെ മകൾ ഉമ്മയുടെ ചുരിദാറിന്റെ തുമ്പിൽ പിടിച്ച് ഇതൊക്കെ കേട്ടു നിൽക്കുന്നുണ്ടായിരുന്നു. മൂസിനെ തന്റെ മകളെ ദയനീയമായിട്ട് നോക്കി. വീടിന്റെ കോലായിൽ ഉപ്പയും കുടുംബക്കാരും ചർച്ചയിലാണ്. അല്ല, ഒപ്പിട്ട് തരൂലേ? തരാതെ പിന്നെ ഓന്റെ വീട്ടുകാരോട് സംസാരിച്ചപ്പോൾ അവർ തലയും താഴ്ത്തിയെല്ലാം സമ്മതിച്ചല്ലേ? എൻ്റെ മോളെ ഓരോന്ന് പറഞ്ഞ് മയക്കിയെടുത്ത തെമ്മാടിയാവും. അന്നേ നമ്മളൊക്കെ എതിർത്തതാ. ബാക്കിയെങ്കിലും ഓൾക്ക് ഓനെ തന്നെ വേണമെന്ന് പറഞ്ഞ ഒറ്റക്കാലം നിൽപ്പല്ലായിരുന്നോ? മനസ്സില്ലാ മനസ്സോടെ ഞാൻ നടത്തി കൊടുത്ത്. എന്നിട്ട് എൻ്റെ മോൾക്ക് ഓനും എൻ്റെ വീട്ടുകാർ വല്ല സമാധാനം കൊടുത്തിക്കണോ? ഓന് ജോലിയും കൂലിയും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ മോള് കഷ്ടപ്പെടുത്തെന്ന് കരുതിയാ ദുബായിലുള്ള അളിയൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ച്. എന്നിട്ട് എന്തായി? അവിടെ കുറേ പേരെ പറ്റിച്ച് ജയിലുമായി. അതും 4 വർഷം. ഓനെ കൊണ്ടായ പാവ അളിയനും പെട്ടു. വല്ലാത്തൊരു വിധി തന്നെ. അവരുടെ സംസാരം തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ബുള്ളറ്റിന്റെ ശബ്ദം എല്ലാവരുടെയും കാതിൽ മുടങ്ങിയത്. ശബ്ദം കേട്ട ഭാഗത്തേക്ക് എല്ലാവരും നോക്കി. ഫൈസിയാണ്. ബുള്ളറ്റിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് കയറാൻ ശ്രമിച്ച ഫൈസിയെ വീട്ടുകാർ തടഞ്ഞു. എന്ത് ധൈര്യം ഉണ്ടായിട്ടടാ നീ ഇങ്ങോട്ട് വന്നേ? മര്യാദക്ക് ഇവിടുന്ന് പൊക്കോ, അല്ലെ താലിക്കൊന്ന് കുഴിച്ചു മൂടും ഞങ്ങള്. തന്റെ നേരെ ആക്രോശിച്ച എളാപ്പയെ ഫൈസി തറപ്പിച്ച് നോക്കി. അതിനുള്ള ഉറപ്പുണ്ട് എളാപ്പാക്ക്? എളാപ്പ അടിക്കാൻ കയ്യോങ്ങിയതും ഫൈസയെ തടഞ്ഞ് എളാപ്പയെ തള്ളി മാറ്റി. അങ്ങോട്ട് മാറിക്കടാ. അതും പറഞ്ഞ് ഫൈസ എല്ലാവരെയും മാറി മാറി നോക്കി വിരൽ ചൂണ്ടി. ഞാൻ വന്നിരിക്കുന്ന എൻ്റെ പ്രാണനായ ഭാര്യയും മോളെയും കാണാനാ. ആരെങ്കിലും അത് തടഞ്ഞാ കൊന്നുകളയും ഞാൻ. ഒന്ന് നിർത്തിയിട്ട് അവൻ ഉപ്പയെ നോക്കി. നിങ്ങളെ മോളിനെ കാണണ്ടെന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് പോകും. പക്ഷേ ഓളിൻ്റെ മുഖത്ത് നോക്കി പറയണം. അതല്ലാതെ ജീവന തുല്യം സ്നേഹിക്കുന്ന 2 മനസ്സുകളെ പിരിക്കാൻ പല്ലും കുത്തിയിരിക്കുന്ന ഇതിലൊരുത്തനെങ്കിലും എൻ്റെ നേരെ വന്നാ മറ്റൊരു കുടുംബം തർക്കം അവരുണ്ടാവില്ല. ഈ കൂടുതൽ ചരക്കണ്ട. എൻ്റെ മോളെ വശീകരിച്ച് കെട്ടി ഓളെ കഷ്ടപ്പെടുത്തിയൊന്നും പോരായിട്ടാണോ നീ ഓളെ കാണാൻ വരുന്നേ? ഫൈസി ഉപ്പയെ നോക്കി. മോളെ വിളിച്ച് ചോദിച്ചു നോക്ക്, ഈ ഫൈസി ഈ നിമിഷം വരെ ഓളെ വേദനിപ്പിച്ചിട്ടുണ്ടോന്ന്. ഉപ്പുണ്ടാക്കിയ കടങ്ങൾ തീർക്കാനും പെങ്ങൾ അന്തസ്സായി കല്യാണം കഴിപ്പിച്ച് പറഞ്ഞേക്കണമെന്ന മോഹം കൊണ്ടാ ഞാൻ നിങ്ങളെന്ന വിസയിൽ ഗൾഫിൽ പോയത്. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഭൂലോക ഫ്രോഡായി നിങ്ങളുടെ അളിയൻ സാമ്പത്തിക തിരിമറി നടത്തിയത് കണ്ടെത്തിയ കമ്പനിയിലെ മാനേജർ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അതേ റൂമിലുണ്ടായത് ഞാനും പെട്ടു. അളിയന്റെ കുടുംബക്കാരായോണ്ട് ആ മാനേജർ എന്നെയും തെറ്റിദ്ധരിച്ചു.
എന്റെ നിലവിലായുധം തെളിയിക്കാൻ 4 വർഷം എടുത്തു. ഒന്ന് നോക്കിയിട്ട് ഫൈസ എല്ലാവരെയും നോക്കി. മോളെ പ്രേമിച്ച് കിട്ടിയതിന്റെ പക തീർക്കുന്ന ഇങ്ങനെയാണോ? നിങ്ങൾക്കൊന്നും വേറൊരു പണിയില്ലേ? അമ്മാവൻ ഫൈസി നോക്കി കണ്ണുരുട്ടി. ഫൈസി, ഈ ഇപ്പൊ പോവാൻ നോക്ക്. ഡിവോഴ്സായ കേസായത്. ഈ എന്റെ കുടുംബത്തിലുള്ള കാരണവന്മാരെ കൂട്ടി വാ, നമുക്ക് മധ്യസ്ഥ ചർച്ച നടത്താം. നാട്ടിലുള്ള പ്രമാണിയാരും കുടുംബത്തിലുള്ള കാരണവന്മാരും തീരുമാനിക്കട്ടെ ബാക്കി കാര്യങ്ങൾ. ഫൈസിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു പിടിച്ചു. ഡിവോഴ്സ് ആയെന്നോ? ആര്? എപ്പോ? എന്റെ സമ്മതമില്ലാതെ എന്റെ സാമീപ്യമില്ലാതെ ഏത് കോടതിയാ നിങ്ങൾക്ക് ഡിവോഴ്സ് തന്ന്? ആദ്യം ഞങ്ങൾ കാരണവന്മാരും നാട്ടിലെ പ്രമാണിമാരും കൂടെ തീരുമാനിച്ചു. ഈ വന്നിട്ട് ഡിവോഴ്സ് ലെറ്ററിൽ ഒപ്പിടുന്ന എന്റെ വീട്ടുകാർ ഉറപ്പ് തന്നിരുന്നു. ഇത് കേട്ടതും ഫൈസി വീണ്ടും അകത്തേക്ക് നോക്കി ഉറക്കെ അലറി. ഫൈസിയുടെ വിളി അവിടെ കാതിൽ പതിച്ചെങ്കിലും ഉമ്മയും അമ്മായിമാരും അവളെ തടഞ്ഞു വെച്ചിരുന്നു. ഫൈസി വീണ്ടും വിളിച്ചു. മൂസില, ഞാനാ വിളിക്കുന്നേ, നിന്റെ ഫൈസി. അത് കേട്ടവൾ പിന്നെ അവളൊന്നും നോക്കിയില്ല. ഉമ്മയും അമ്മായിമാരെയും തട്ടിമാറ്റി അവൾ ഫൈസിയുടെ അടുത്തേക്ക് ഓടി. 4.5 വർഷത്തിന് ശേഷമുള്ള കൂടിക്കാഴ്ച. ഫൈസിയെ കണ്ടതും അവൾ കെട്ടിപ്പിടിച്ച് നിന്നു. ഫൈസി അവളെ വരിഞ്ഞു മുറുക്കി കെട്ടിപ്പിടിച്ച് തുരിതര ഉമ്മ വെച്ചു. ഇതൊക്കെ കണ്ട് നാണത്തോടെ കണ്ണിറുക്കി ചിരിച്ച് അവരുടെ മോളും കൂടെ ഉണ്ടായിരുന്നു. വീട്ടുകാരെല്ലാവരും അന്തം വിട്ട് നിൽക്കുന്നു. ഫൈസി മോളെ എടുത്ത് മൂസിനെ നോക്കി. വാ, നമുക്ക് പോവാം. മൂസിനെ തലയാട്ടി സമ്മതിച്ചു. ഫൈസി മോളെ എടുത്ത് മൂസിന്റെ കൈയും പിടിച്ച് മുന്നോട്ട് നടന്നു. അത് തടയാൻ അവിടെ കൂടി നിന്നിരുന്ന ആർക്കും ധൈര്യമില്ലായിരുന്നു. മോളെ ബുള്ളറ്റിന് മുന്നിലെത്തി ഫൈസി കയറിയിരുന്നു. മൂസിനോട് പുറകിൽ കയറാൻ തലകൊണ്ട് ആംഗ്യം കാണിച്ചു. അവൾ പുറകിൽ കയറിയിരുന്നു ഫൈസിയുടെ തോളിൽ കൈവച്ച് ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി. ഫൈസി അവളുടെ ഉപ്പയെ നോക്കി. നാട്ടിലെ പ്രമാണിമാരും ഒരു പണിയില്ലാതെ ചൊറിയും കുത്തിരിക്കുന്ന കുടുംബത്തിലെ കാരണവന്മാരുമല്ല ഞങ്ങൾക്ക് ഡിവോഴ്സ് തരേണ്ടത്. അതിന് ഞങ്ങൾ തീരുമാനിക്കണം. നിങ്ങളെപ്പോലെയുള്ള മധ്യസ്ഥന്മാര് കാരണം എത്ര ദമ്പതികൾ പിരിഞ്ഞിട്ടുണ്ടാവുന്നറിയോ? ഭാര്യയും ഭർത്താവൊന്നും മുഖത്ത് നോക്കി സംസാരിച്ച തീരാവുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് വഷളാക്കി ഡിവോഴ്സിലേക്ക് എത്തിക്കുന്നതിൽ നിങ്ങളെപ്പോലുള്ള കീടങ്ങൾക്ക് മുഖ്യ പങ്കുണ്ട്. പക്ഷേ അത് എന്റെ ജീവിതത്തിൽ നടക്കില്ല. ഞങ്ങൾ എങ്ങനെ ജീവിക്കണം തീരുമാനിക്കുന്നത് ഞാനും എന്റെ ഭാര്യയുമാ. അതിൽ തലയിടാൻ പുറത്തുനിന്നൊരാളുടെ ആവശ്യമില്ല. അതും പറഞ്ഞ് ഫൈസി ബുള്ളറ്റ് മുന്നോട്ടെടുത്ത്. ഇനി അവർ പ്രണയിക്കട്ടെ, പ്രണയം കൊണ്ട് മഴ പെയ്യിക്കട്ടെ.